ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും 1 മിനിറ്റ് റെസിപ്പിയാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ, അല്പം ഉപ്പ്, ചെറുനാരങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അല്പം അരിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കറിൽ 5-6 വിസിലിന് വെക്കുക. വേവിച്ചെടുത്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിന്റെ ആ സ്റ്റോക്ക് അവിടെ തന്നെ വെക്കുക. ഓൾറെഡി വെന്തതായതുകൊണ്ട് സ്റ്റോക്ക് നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവിടെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞത്. വേവിച്ചെടുത്ത ചിക്കനിലേക്ക് കുറച്ചുകൂടി കോൺഫ്ലവർ, പിന്നെ കുറച്ച് അല്പം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് തിളച്ച എണ്ണയിൽ പൊരിച്ചെടുക്കുക. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട് കൂടുതൽ സമയം എണ്ണയിലിട്ട് മൊരിക്കേണ്ട ആവശ്യമില്ല. വറുത്ത് കോരി വെച്ച ചിക്കൻ മാറ്റിവെക്കുക. മറ്റൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് സവാള, പച്ചമുളക്, കുക്കുംബർ, മല്ലിയില, ചെറിയ തക്കാളി ഇവ ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കുക. നന്നായി പച്ച ചുവ മാറിയ ശേഷം ചിക്കൻ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഒപ്പം കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കന്റെ സ്റ്റോക്കും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ഐറ്റംസും ഓൾറെഡി കുക്ക്ഡ് ആയതാണ്. കൂടുതൽ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ആകെ മൊത്തം ഫ്ലോപ്പ് ആവും. ടേസ്റ്റ് നമ്മൾ വിചാരിച്ചതിൽ നിന്ന് വിപരീതമായിരിക്കും ഉണ്ടാകുക. കാരണം ചിക്കൻ ഓൾറെഡി വേവിച്ച ശേഷം മൊരിച്ചെടുത്തതാണ്. കൂടാതെ ചെറിയ രീതിയിലുള്ള വെജിറ്റബിൾസ് ആയാലും ഒന്ന് വാട്ടിയെടുത്തതാണ്. സോസ് ഐറ്റംസ് തീരെ കരിയാൻ പാടില്ല, കാരണം നല്ല ചൂട് തട്ടിയാൽ അതിന്റെ ടേസ്റ്റ് മാറും. ആ ഒരു ബാഡ് ടേസ്റ്റ് മാറി കയ്പ്പ് രസമാണ് നമുക്ക് കിട്ടുക. അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് രീതിയിൽ അതിനെ തയ്യാറാക്കിയെടുത്താൽ അടിപൊളി ചിക്കൻ റെഡി. ഉണ്ടാക്കിയിട്ട് കമന്റ്സ് അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.